അങ്ങനെ 4 ദിവസത്തെ ഒരു പാക്കേജ് ഇട്ടിട്ടുണ്ട്. ഞാൻ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പ്. അങ്ങനെ ഞങ്ങൾ നേരെ എടുത്തിട്ട് നേരെ ശരവണ ഭവനിലാണ് പോയത്. അവിടെ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ചിട്ട് നേരെ പോയത് അതിരപ്പള്ളി കേട്ടോ. അവിടെ അതിരപ്പള്ളി വെള്ളം വളരെ കുറവായിരുന്നു. അങ്ങനെ ഡ്രൈ ആയിട്ട് കിടക്കുമായിരുന്നു ഫുള്ള്. എന്നാലും ചെറിയ ഭംഗിയുണ്ടായിരുന്നു. എന്നാലും അതിരപ്പള്ളി നല്ല ഭംഗിയാണല്ലോ. അപ്പോൾ അതിരപ്പള്ളിയിലെ വെള്ളച്ചാട്ടമൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിന്നിട്ട് ഇപ്പോൾ പിന്നെ ഓർത്തു അതിരപ്പള്ളിയുടെ താഴെ പോയാലോ. ഒന്ന് ഞാൻ ആദ്യമായിട്ടാണ് താഴോട്ട് ഇറങ്ങുന്നത്. ഞാൻ മേളിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ 2 കുരങ്ങന്മാരവിടെ നിന്ന് കാഴ്ചകളൊക്കെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവന്മാരെയൊക്കെ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിള്ളേരെയൊക്കെ വരട്ടുന്നുണ്ട്. അങ്ങനെ ഞാൻ താഴോട്ട് ഇറങ്ങി പോവാണ്. അവിടെയും വെള്ളം കുറവായിരുന്നു. ഇന്ന് നിറയെ വിദ്യാർത്ഥികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയാണ് മറ്റേ ബാഹുബലിയൊക്കെ ഷൂട്ട് ചെയ്തത് കേട്ടോ. അങ്ങനെ അവിടെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. കുറേ സ്കൂൾ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിറയെ ക്രൗഡായിരുന്നു അവിടെ. താഴെ ഒരു സെക്യൂരിറ്റിയൊക്കെ നിൽപ്പുണ്ട്. നമ്മളെ അവിടെ കയറി കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തോട്ട് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ നല്ല വെയിലായിരുന്നു. ഞാൻ താഴോട്ട് ഇറങ്ങത്തില്ലായിരുന്നു. അപ്പം ഗസ്റ്റ് വന്ന് എന്നോട് ഇറങ്ങാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത്. കാരണം അവർക്കും ഒരു പേടി. പിന്നെ ഞാൻ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവരെ അവിടെ നിർത്തിയിട്ട് നേരെ മേളോട്ട് പോവാണ്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തിട്ട് വന്നാൽ മതി. കാരണം അവിടെ നിൽക്കുന്ന ഭയങ്കര ചടങ്ങാണ്. ഭയങ്കര വെയിലായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് അവിടെ നിന്നില്ല. അങ്ങനെ ഞങ്ങൾ നേരെ വന്ന് ചീയപ്പാറയായി. മൂന്നാറിന് പോവുകയാണല്ലോ. അപ്പോൾ ചീയപ്പാറ വെള്ളം കുറവാണ്ട് അതുകൊണ്ട് എടുത്തൊന്നുമില്ല. പിന്നെ ഞാൻ അവർക്ക് സ്പൈസ് ഗാർഡൻ കാണണമെന്ന് പറഞ്ഞിട്ട് നേരെ കയറ്റി ഇന്ത്യൻ സ്പൈസിലാണ്. അവിടെ നിന്ന് ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ പോയി രാഗയിലാണ്. രാഗയിൽ കഥകളി കാണാൻ വേണ്ടിയാണ് പോയത്. അവർ കഥകളി മാത്രമേ ടിക്കറ്റ് എടുത്തിട്ടുള്ളൂ. കളരിപ്പോയിട്ട് എന്താ വേണ്ടെന്ന് പറഞ്ഞു. അവരെ കഥകളി കയറിയിട്ട് ഞാൻ വന്ന് ചായ കുടിച്ചിട്ട് നേരെ ഹോട്ടലിലേക്ക്. ഇതാണ് കേട്ടോ റിസോർട്ട്. റിസോർട്ട് അവിടെ വന്ന് അവരെ ചെക്ക് ഇൻ ചെയ്യിച്ചിട്ട് ഇനി നാളെ മൂന്നാർ സൈറ്റ് സീയിങ് ആണ് കേട്ടോ. പിന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ.